കുറച്ച് വാഴകളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഇനങ്ങൾ ബ്ലൂ ജാവ, ബിഗ് എബാഗ, ചവണിയാങ്കൽ പൂവൻ, കൂമ്പില്ല കണ്ണൻ അഥവാ ചുണ്ടില്ല കണ്ണൻ, ഒറ്റമുങ്കിലി, പ്രയിങ് ഹാൻസ്, അങ്ങനെ കുറച്ച് കുലച്ച് നിൽക്കുന്ന വാഴകളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബിഗ് എബാഗ എന്ന്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തവാഴയായിട്ട് സാമ്യമുണ്ട്, പക്ഷേ എങ്കിൽ അതിന് ചുണ്ടില്ല. പിന്നെ അതിൻ്റെ ഒരു കായ ഏകദേശം ഒരു 1/2 കിലോയോളം തൂക്കം വരും. ഇപ്പം ഈ കൊല നോട്ടത്തിൽ ഇത്തിരി ശ്രദ്ധക്കുറവ് വന്നു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ പറമ്പിൽ വെച്ച കൊല ഏറെക്കുറെ ഒരു 1/2 കിലോ വെച്ച് ഒരു 30 കിലോ എടുത്ത് നന്നായിട്ട് നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 കിലോ എടുത്ത് ഇതിൻ്റെ ഒരു കൊലയ്ക്ക് തൂക്കം കിട്ടും. നല്ല ടേസ്റ്റുള്ള പഴമാണ്. നമുക്ക് തോരൻ ഉണ്ടാക്കിയാലും അതുപോലെ പഴുത്ത് അതിൻ്റെ അകത്ത് വിത്ത് വളരെ കുറവാണ്. അപ്പോൾ നല്ലൊരു പഴമാണ്. നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഇനമാണ്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും വറക്കാനും എല്ലാത്തിനും ബെസ്റ്റായിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ ഒരു വാഴയാണ് ബിഗ് എബാഗ. അപ്പം ബിഗ് എബാഗ നമ്മൾ വെട്ടി, ചുണ്ടില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല വലിപ്പമുള്ള കായാണ്. 1/2 കിലോ അടുത്ത് തൂക്കം, ഒരു 400 ഗ്രാം വരെ, 500 വരെ കിട്ടിയെന്നാണ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. 1/2 കിലോ അടുത്ത് തൂക്കം, 400 ഗ്രാം ഉറപ്പായിട്ടും കിട്ടും. ചുണ്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത് ബ്ലൂ ജാവയാണ്. ബ്ലൂ ജാവയെ പറ്റി പരക്കെ ഒരു ധാരണ ഉണ്ടല്ലോ. ധാരണ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പല ഇനങ്ങൾ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ തന്നെ വരുന്നുണ്ട്. ബ്ലൂ ജാവ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കതിനൊരു വ്യക്തത വരുത്താൻ എൻ്റെ അനുഭവത്തിൽ സാധിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ 2ാമത്തെ ബ്ലൂ ജാവയാണ്. ഇത് ഇമ്പോർട്ട് ചെയ്തെനിക്ക് ഇവിടെ കൊണ്ടുവന്ന ഒരു ബ്ലൂ ജാവയാണ്. പിന്നെ എനിക്കിതിന് മുമ്പ് ആദ്യം എൻ്റെ ഫ്രണ്ട് തന്ന ഒരു ബ്ലൂ ജാവ ഉണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കായുടെ ഒരു രീതിയല്ല ഇപ്പോൾ ഈ 2ാമത്തെ ബ്ലൂ ജാവയ്ക്ക് വന്നേക്കണേ. അപ്പോൾ അതിനേറെക്കുറെ ഒരു വനില ഫ്ലേവർ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുണ്ട്. നല്ല ടേസ്റ്റുള്ള കാ തന്നെയാണ്. ഇത് 2ാമത്തെയാണ്. എന്തായാലും ഈ ഇനത്തിൻ്റെ കായിൽ വളരെ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. ഇത്തിരി കളർ കൂടുതലും കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു 3ാമത്തെ ഒരു ഇനവും ഇപ്പം ഞാൻ വീണ്ടും പുതിയതായിട്ടൊരു സക്കർ കൊണ്ടുവന്നിട്ടുണ്ട്. അതും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പം ഈ ഇനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ ജാവ എന്ന് പറയുന്ന വെറൈറ്റിയാണ് മഹാരാഷ്ട്രയിൽ ഹെക്ടർ കണക്കിന് കൃഷി ചെയ്യുന്ന ഒരു ഇനം. ആ വെറൈറ്റിയുടെ മഹാരാഷ്ട്രയിലെ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ആ ബ്ലൂ ജാവ ഇനം ഇതാണ്. അപ്പോൾ അത് നമുക്ക് ആ വെറൈറ്റി ഞാൻ കൊണ്ടുവന്നതാണ്. മറ്റൊരു ബ്ലൂ ജാവയും എൻ്റെ കളക്ഷനിലുണ്ട്. ഇതിനു മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ബ്ലൂ ജാവ എന്നറിയപ്പെടുന്ന ദേശ് കന്താളി, പിന്നെ ഇതിൻ്റെ ഒരു കൽക്കട്ട വെറൈറ്റി ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്, ഗർബുഷ്. അതും നമുക്ക് ബ്ലൂ ജാവയായിട്ട് നല്ല സാമ്യമുണ്ട്. പക്ഷേ നമുക്കത് പഴം കഴിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് ബ്ലൂ ജാവയല്ല എന്നുള്ളത്. ഗർബുഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ജാവയായിട്ട് നല്ല സാമ്യമുള്ളതാണ്. പിന്നെ കാലികുമാർ നമ്മളെപ്പോഴും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇനമാണ്. ഇപ്പോൾ അത് ഒരു ഏകദേശം ഒരു 10-25ഓളം വാഴകൾ ഞാൻ വെച്ചിട്ടുണ്ട്. കാലികുമാർ ബായിശി ഇന്ത്യയിൽ തന്നെ ഏറ്റവും തൂക്കമുള്ള വാഴക്കൊലയാണ് ഇതിൻ്റെ കാലികുമാർ. ഇപ്പോൾ ഇത് ശരിക്കും ഓരോ തവണ നമുക്ക് ഇത് മാറി വരുമ്പോൾ ഓരോരോ വ്യത്യസ്തത ഇതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ കാലികുമാറിനെ കഴിഞ്ഞും തൂക്കമാണ് ബായിശിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് കാലികുമാർ 70 കിലോ കിട്ടിയായിരുന്നു. ഇപ്പം ബായിശിക്കും ഏറെക്കുറെ ആ തൂക്കം ഒരു കൊല 70 കിലോ എടുത്ത് വന്നിട്ടുണ്ട്. ജ്യേഷ്ഠൻ്റെ പറമ്പിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ മൂവാറ്റുപുഴ കാർഷിക മേളയിലൊക്കെ താരമായിരുന്നു ഇവൻ കാലികുമാർ ബായിശി. നല്ല ടേസ്റ്റുള്ള പഴമാണ്. അടുത്ത വാഴ ഇത് കുലച്ചിട്ടില്ല. ഇത് മോങ്കി ബനാന എന്ന് പറയും. ജപ്പാൻ്റെ മോങ്കി ബനാനയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ തായ്മൂസ പോലെ തന്നെ ചെറുതായിട്ട് തന്നെയാണ് കുലയ്ക്കുന്നത്. പക്ഷേ തായ്മൂസയെ കഴിഞ്ഞ് നല്ല വിസ്താരത്തിലാണ് വാഴ വരുന്നത്. ആ തായ്മൂസയുടെ ഹൈറ്റിൽ തന്നെ ഇത് കുലയ്ക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ജപ്പാൻ്റെ മോങ്കി ബനാനയുണ്ട്. ഇതിൻ്റെ തൊലിയും കഴിക്കാം. ഇത് നമ്മൾക്ക് ഇതുവരെ ഇവിടെ കുലച്ചിട്ടില്ല. ആദ്യത്തെ വാഴയാണ്. പിന്നെ വാഴകളെല്ലാം പരിചയപ്പെടുത്തുന്നതിൻ്റെ കൂടെ ഇതും കൂടെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. സർവ്വസാധാരണമാണ്. ഇത് കുലച്ച് നിൽക്കുന്ന എല്ലാം ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. ഇത് ചവണിയാങ്കിൽ പൂവനാണ്. അറിയാമല്ലോ, ഇവിടെ ഒരു റെഡ് കളർ, തണ്ടേക്കടയൊക്കെ റെഡ് കളർ വന്നിട്ട് നല്ല അത്യാവശ്യം രുചിയുള്ളൊരു ഇതാണ് ചവണിയാങ്കൽ പൂവൻ. സർവ്വസാധാരണമായ ഇനമാണ്. നല്ല ടേസ്റ്റുള്ള, നാട്ടിലിപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാഴ ഗവേഷണ കേന്ദ്രമൊക്കെ ഇതിൻ്റെ ടിഷ്യൂ ഉൽപ്പാദിപ്പിച്ചിറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
ചുണ്ടില്ലാ കണ്ണൻ, ഞങ്ങളിങ്ങോട്ട് ചുണ്ടില്ലാ കണ്ണൻ, ചില സ്ഥലത്തേക്ക് കൂമ്പില്ലാ കണ്ണൻ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന അതീവ രുചിയുള്ള ഒരു വാഴയാണ് ചുണ്ടില്ലാ കണ്ണൻ അഥവാ കൂമ്പില്ലാ കണ്ണൻ. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒറ്റമുങ്കിരി. ഈ ഒറ്റമുങ്കിരി ഇത്തവണ പരിചയപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ 1.5 വർഷം മുമ്പ് ചെയ്തതാണ്. 1.5 ലക്ഷം പേര് കണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. അത് 2 പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഇതിനെ എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷിയാണ്. അപ്പോൾ കൃഷിയിൽ പല പല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇതെൻ്റെ 3ാമത്തെ കൊലയാണ് ഇപ്പോൾ ഇത് ഏറ്റവും ആദ്യം ഈ ഒറ്റമുങ്കിരി കൊലച്ചത് ഈ ചുണ്ടിൻ്റെ ഭാഗത്ത് പെടല വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്തവണ 3 കായേ ഉള്ളൂ. ഇത് കണ്ടോ, പ്രത്യേകം എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഇത് ചില തവണ 1 കായായിട്ട് വരുമെന്നാണ് ഇത് കൃഷി ചെയ്യുന്ന കോട്ടൂർ വനത്തിലുള്ളവർ നമ്മളോട് പറഞ്ഞത്. ഇത്തവണ പെടലയിൽ 3 കായാണ്. പിന്നെ ബാക്കിലേക്ക് 2 പെടല വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 3 പെടലയാണ്. അപ്പോൾ 3ാമത്തെ തലമുറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ഭയങ്കര മാറ്റമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റത് 1 കായായിട്ട് വരുന്നത് ഇവിടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ആദ്യം ഉണ്ടായപ്പോൾ ഇവിടെ 9 കായായിരുന്നു. ഈ ഒരൊറ്റ ചുണ്ടിൻ്റെ ഭാഗത്ത് ആകെ 9 കാ മാത്രമായിരുന്നു ആ പെടലയിലുണ്ടായിരുന്നത്. ഇത്തവണ അത് 2ാമത്തെ തവണയായപ്പോൾ 2ആയി. ഇത്തവണ 3 പെടലയായി. ഇത് പൊപ്പയിലുമാണ്. ചിപ്സിന് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ഇതിന് പ്രത്യേകത പുഴുങ്ങിയും കൂടെ കഴിക്കാം. പുഴുങ്ങി കഴിക്കാവുന്ന ഒരിനമാണ് പൊപ്പയിലു. പ്രയിങ് ഹാൻസ് ആണ്. പ്രയിങ് ഹാൻസിൻ്റെ 2ാമത്തെ കൊലയാണ്. കഴിഞ്ഞ വർഷം നമ്മളൊരു കൊല വെട്ടിയതാണ്. ഇത്തവണ നന്നായിട്ട് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും ഒരു വലിപ്പത്തിലാണ് നമുക്ക് കൊല കിട്ടിയേക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കൊല കിട്ടിയേക്കുന്നത്. പ്രയിങ് ഹാൻസിൻ്റെ വെരിഗേറ്റഡ് എത്തിയിട്ടുണ്ട്. വെരിഗേറ്റഡ് പ്രയിങ് ഹാൻസ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അത് കൊലച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ തോട്ടത്തിൽ. ഇത് ആഫ്രിക്കൻ കദളിയാണ്. ആഫ്രിക്കൻ കദളി അഥവാ ഏങ്ങാമ്പി എന്നറിയപ്പെടുന്ന വാഴയനാണ്. അത്യാവശ്യം നമുക്കൊരു വീട്ടിലെ ആവശ്യത്തിന് വെക്കാൻ പറ്റിയ ഒരു വാഴയാണ്. പരിചരണമൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ആ തുറുവയെ തന്നെ നിന്നുകൊണ്ട് ഒരു 2-3 വർഷക്കാലം ആ തുറുവിൽ വലിയ കേടൊന്നും ഇതിനില്ല. ഇത് കണ്ടോ, അതിൻ്റെ തുറു കണ്ടോ. ഇതിപ്പോൾ ഒരു 2 വർഷം 2.5 വർഷമായ തുറുവ. ഇതുവരെ പിരിച്ച് ഇതിൽ നിന്ന് കന്നുകൾ പലർക്കും കൊടുത്തതല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഒരു പ്ലാന്റ് നിർത്തിക്കൊണ്ട് ബാക്കി കന്നുകൾ പിരിച്ചെടുത്താണ് നമ്മൾ ചെയ്യണം. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ കച്ചവടക്കാരെ എടുക്കത്തില്ല. ഇത് പഴുത്ത് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ഒരുമിച്ച് ഈർന്ന് താഴത്തേക്ക് പോരും. അതുകൊണ്ട് കച്ചവടക്കാർക്ക് ഇത് വലിയ പ്രിയമില്ല. ഇത് കൃഷ്ണവാഴയാണ്. ഇതും ഏകദേശം നല്ലൊരു പഴമാണ്. സൂക്ഷിപ്പ് കാലാവധി, കീപ്പിംഗ് ക്വാളിറ്റി കൂടുതലുള്ളതാണ് കൃഷ്ണവാഴ.